നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ നിരോധിച്ച മസറ വിസ അല്ലെങ്കിൽ കൃഷിപ്പണിക്ക് ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട് എന്നത് അതിശയത്തോടും അതിലേറെ അസ്വസ്ഥതയോടുമാണ് പ്രവാസ ലോകം നോക്കിക്കാണുന്നത്. പാവപ്പെട്ട മനുഷ്യരെ ഇത്തരത്തിലുള്ള ജോലിക്കായി മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഏജന്റുമാർ ഒരർത്ഥത്തിൽ മനുഷ്യക്കടത്ത് തന്നെയാണ് ചെയ്യുന്നത്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരോട് രണ്ടാമതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ജോലികൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ എന്ന അപേക്ഷയോടെയാണ് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ആരംഭിക്കുന്നത്. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിർത്തി നഗരമായ സാംതയിൽ കഴിഞ്ഞ മാസമുണ്ടായ ഹുയത്തി ഷെല്ലാക്രമണങ്ങളിൽ മരണമടഞ്ഞ് എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി KT ഫാറൂഖിന്റെയും കൊല്ലം കൊട്ടിയം സ്വദേശി വിഷ്ണു വിജയന്റെയും നിർധന കുടുംബങ്ങളെ സഹായിക്കാൻ ജിസാനിലെ വിവിധ പ്രവാസി മലയാളി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ മാസം സാംതയിൽ രണ്ടിടങ്ങളിലായുണ്ടായ യമൻ ഹുയത്തി ഷെല്ലാക്രമണങ്ങളിലാണ് ഫാറൂഖും വിഷ്ണുവും മരണമടഞ്ഞത്. ആക്രമണങ്ങളിൽ മലയാളികളടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദീർഘകാലമായി സാംതയിൽ കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്ന ഫാറൂഖും കഴിഞ്ഞ വർഷം പുതുതായി നാട്ടിൽ നിന്നെത്തിയ വിഷ്ണുവും ഇരു കുടുംബങ്ങളുടെയും ആശ്രയമായിരുന്നു. സാമ്പത്തിക പരാധീനതകളും വിദ്യാഭ്യാസ വായ്പയടക്കമുള്ള കടബാധ്യതകളുമായി കഴിയുന്ന വിഷ്ണുവിന്റെ കുടുംബത്തിനും സ്കൂൾ വിദ്യാർത്ഥിനികളായ 4 പെൺമക്കളുമായി ജീവിതം പ്രതിസന്ധിയിലായ ഫാറൂഖിന്റെ കുടുംബത്തിനും സഹായമെത്തിക്കാൻ മുഴുവൻ പ്രവാസികളുടെയും സഹകരണം കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഹാരിസ് കലായി 050 27 60 598, ഡോക്ടർ മുബാറക് സാനി 059 731 5187, M താഹ 050 871 6292, ഷംസു പൂക്കോട്ടൂർ 055 9090 786 എന്നിവരുമായി ബന്ധപ്പെടേണ്ടതാണ്. തൊഴിലുടമയുടെ നിസ്സഹകരണം മൂലം മാസങ്ങളായി ശമ്പളം കിട്ടാതെയും നാട്ടിൽ പോകാൻ കഴിയാതെയും ഇരുന്ന മലയാളികളായ 5 പേർക്ക് ഇന്ത്യൻ എംബസിയുടെയും ഖസീം പ്രവാസി സംഘത്തിന്റെയും ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ സാധിച്ചു. ഇന്ത്യൻ എംബസി വെൽഫെയർ വിംഗ് ഫസ്റ്റ് സെക്രട്ടറി ശ്രീ മനോജ് കുമാർ, ഖസീം പ്രവാസി സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് MA സലാം, ജീവകാരുണ്യ വിഭാഗം കൺവീനർ മുജീബ് കുറ്റിച്ചിറ എന്നിവരുടെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ഏവരുടെയും തിരിച്ചുപോക്കിന് വഴിയൊരുങ്ങിയത്. സുരേഷ് കുമാർ പാലക്കാട്, ഷംസുദ്ദീൻ കോഴിക്കോട്, വരുൺ കൊല്ലം, ഷിബു മാത്യു കാസർഗോഡ്, ഉസൈൻകുട്ടി കോഴിക്കോട് എന്നിവരാണ് വിവിധ ഘട്ടങ്ങളിലായി നാട്ടിലേക്ക് മടങ്ങിയത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 44ാമത് ദേശീയ ദിനാഘോഷത്തോടും റാസൽ ഖൈമ കേരള സമാജത്തിന്റെ 40ാമത് വാർഷികത്തോടുമനുബന്ധിച്ച് അന്തർദേശീയ പ്രവാസി ദിനമായ ഡിസംബർ 18-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് റാസൽ ഖൈമ കേരള സമാജം ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ക്യാമ്പിൽ സൗജന്യ ചികിത്സയും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. റാസൽ ഖൈമ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് ലേബർ എന്നീ ഗവൺമെന്റ് സ്ഥാപനങ്ങളോടൊപ്പം സിക്രത്ത് ഹോസ്പിറ്റൽ, സൈഫ് ഹോസ്പിറ്റൽ, ഷിഫ അൽ ജസീറ, അൽഹനാൻ മെഡിക്കൽ സെന്റർ, അൽദനം ഒപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾ ക്യാമ്പുമായി സഹകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാസർ അൽദാന 050 277 1559, അഷ്റഫ് മാളിയക്കൻ 050 530 3324. 2015 മെയ് മാസത്തിൽ വിസിറ്റ് വിസയിൽ സൗദി അറേബ്യയിലെ താബൂക്കിലേക്ക് കൃഷിപ്പണിക്കായി പോയ ആലപ്പുഴ സ്വദേശി ജോസഫ് ഇന്ന് മരുഭൂമിയിൽ നരകയാതന അനുഭവിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തിയ മസറ വിസ അഥവാ കൃഷിപ്പണി വിസയിൽ ജോസഫിനെ താബൂക്കിലേക്ക് കടത്തിയത് എറണാകുളം ജില്ലയിലെ ജയ്മോൻ എന്നയാളാണ്. കഠിനമായ ജോലികൾ കാരണം കാൽമുട്ടിന് ക്ഷതം സംഭവിച്ച നിലയിലാണ് ജോസഫ് എന്ന്. ജോസഫിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാര്യ ആൻസമ്മയും 2 പിഞ്ചു മക്കളും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ജോസഫിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ കുടുംബത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ജോസഫിനെ ആരാ കൊണ്ടുപോയത്?
ജയ്മോൻ ആരാ? എറണാകുളത്തൊരു പുള്ളിയാണ്, ഏജന്റാണോ? അല്ല, എറണാകുളത്തൊരു ഏജന്റാ. എറണാകുളത്ത് ഏജന്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എത്ര രൂപ വാങ്ങിച്ചു? മൊത്തം കൂടെ ഉണ്ട് 45 രൂപയോളമായി. 45,000 രൂപ. വിസിറ്റ് വിസയ്ക്കാണോ കൊണ്ടുപോയത്? ഇതുവരെ അക്കാമ പോലും കൊടുത്തിട്ടില്ല. അവിടെ കൊണ്ടുപോയിട്ട് പിന്നീട് ഈ കൃഷി ഡെസർട്ടിലേക്ക് കൊണ്ടുപോയത് അല്ലേ? അവിടെ ആരും ഇല്ല നിങ്ങൾക്ക്? ഇല്ല, ആരുമില്ല. ഈ ജയ്മാനോട് നിങ്ങൾ ചോദിച്ചോ? ഇല്ല, ജയ്മാനെ ഞങ്ങൾ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അതെന്താ നിങ്ങൾ വിളിക്കാതിരുന്നു? ഞങ്ങൾ പുള്ളി വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തില്ല. ജയ്മോൻ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. ജയ്മോനാണല്ലോ കൊണ്ടുപോയത്, ജയ്മോനാണല്ലോ ഉത്തരവാദിത്വം. ജയ്മോൻ കുറെ നാൾ നാട്ടിലെങ്ങണ്ടായിരുന്നു. നാട്ടിലെ നമ്പർ നമ്മുടെ ഇല്ലായിരുന്നു. ജയ്മോന് ഓഫീസുണ്ടോ? ഇല്ല, ഓഫീസില്ല. ഞങ്ങൾ ഈ പൈസ കൊണ്ട് കൊടുത്തത് എറണാകുളം ഓഫീസിലാണ് കൊണ്ട് കൊടുത്തത്. എറണാകുളം ഓഫീസിലാണ് കൊണ്ട് കൊടുത്തത്. അപ്പൊ നിങ്ങൾ പിന്നെ ഈ ജോസഫ് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്, എല്ലാ ദിവസവും വിളിക്കും. എല്ലാ ദിവസവും വിളിക്കും. എന്താ പറയുന്നത് പുള്ളി പറഞ്ഞ പുള്ളിക്ക് വയ്യ, അവരോട് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല. അപ്പൊ അവരോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ എന്താ പറയുന്നത്? അവര് വിടത്തില്ല. അവര് വിടത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിസ ഇല്ലല്ലോ. അയാൾക്ക് ഇവരുടെ വിസ ഇല്ലല്ലോ, വിസിറ്റ് വിസയിലല്ലേ പോയുള്ളൂ. ഇയാൾക്ക് എക്കാൻ അടിച്ചിട്ടില്ലല്ലോ. ഇല്ല, എക്കാൻ അടിച്ചിട്ടില്ല. പിന്നെ ഇതിനാ അയാൾ അവിടെ നിൽക്കുന്നത്? പുള്ളി പറയുന്നത് വിടത്തില്ലെന്നാ പറയുന്നത്. നിങ്ങൾ ഈ ഫോൺ നമ്പറും ഇതും വെച്ച് കണ്ടിട്ട് ഇന്ത്യൻ എംബസിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഇതൊക്കെ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ അവിടെ തടവിൽ വെച്ചിരിക്കുന്നു, അനധികൃതമായി തടവിൽ വെച്ചിരിക്കുന്നു, വിസിറ്റ് വിസയ്ക്ക് പോയ ഒരാളാണ് എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഒരു ഇത് കൊടുക്കുക. ഒന്ന് കൊടുക്കണം. ഇന്ത്യൻ അംബാസിഡർക്ക് ഒരു കത്ത് കൊടുക്കണം. അതുപോലെ നമ്മളെ മുഖ്യമന്ത്രി ഉണ്ട്, അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ പ്രവാസികാര്യ മന്ത്രി KC ജോസഫിന് കൊടുത്താലും മതി. ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോയതാണ്. ഇദ്ദേഹം ഇപ്പോൾ അവിടെ വീട്ടു തടങ്കലിൽ പോലെ ജോലിക്ക് പിന്നെ മൂന്നാം മുറകൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നമ്പർ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല. ഇതൊക്കെ വെച്ച് കണ്ടിട്ട് നിങ്ങൾ കത്ത് കൊടുക്കുക. ഒരു ദിവസം 40 രൂപയും കാണ്ടി ഉള്ളു നമ്മുടെ നാട്ടില്, അല്ല അവിടുത്തെ. അപ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ 100 രൂപ ഒരു കട്ട് ചെയ്യും. അല്ല, അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കത്ത് അംബാസിഡർക്ക്, ദ അംബാസിഡർ ഇന്ത്യൻ എംബസി റിയാദ്, ഇത് വെച്ച് കണ്ടിട്ട് ഒരു കത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ MP ആരാ? കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു കത്തും കൂടി വെച്ചിട്ട് ഈ കത്ത് എംബസിയിലേക്ക് അയക്കുക. കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് കൊണ്ടുവരാവുന്നതാണല്ലോ കേസ് കേട്ടാ. പക്ഷെ എന്നാലും സങ്കടകരം തന്നെയാണ് കാര്യങ്ങൾ. തബൂക്കിലെ പ്രവാസലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ജോസഫ് ചതിക്കപ്പെട്ട ഒരു തൊഴിലാളിയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട് പൈസ മുടക്കി ഗൾഫിലെത്തിയപ്പോൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ മരുഭൂമിയിലെ ആർക്കും വേണ്ടാത്ത നിരോധിക്കപ്പെട്ട ഒരു തൊഴിലാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ മസറ വിസ എന്ന് പറഞ്ഞ് കൃഷിപ്പണിക്ക് എന്ന് പറഞ്ഞ് ഡെസർട്ടിലേക്ക് കൊണ്ടുപോകുന്ന പണി ഇന്ത്യക്കാരെ കൊണ്ടുപോകരുതെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് വിലക്കിയതാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, എന്താ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ്? ജയ്മോൻ. കഴിയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി അഥവാ കൊണ്ടുപോയാൽ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഉചിതമായിട്ടുള്ളത്. ഞാൻ അപ്പോൾ അതിലും കൂടുതൽ നിങ്ങളെ പറഞ്ഞ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ജയ്മോൻ ചെയ്യേണ്ടത് ജോസഫിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗവാക്കാകണമെന്നാണ്. പ്രവാസലോകം പ്രവർത്തകരോട് പറയാനുള്ളത്, ജയ്മോൻ്റെ നമ്പർ ഞങ്ങൾ പ്രവാസലോകത്തിൽ കൊടുക്കുന്നുണ്ട്. ജയ്മോനോട് പറയാനുള്ളത്, കഴിയുന്നതും വേഗം ഞങ്ങളുടെ ആളുകളെ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നടത്തണം. അവരുടെ നമ്പറുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളെ കുടുംബത്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അവരെല്ലാം വിളിച്ചുകൊണ്ട് നിങ്ങളെവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും സഹായഹസ്തങ്ങളായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ മോചിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ജോലി അന്വേഷിച്ച് സൗദി അറേബ്യയിലേക്ക് പോകുന്ന എല്ലാ മലയാളികളോടും പറയാനുള്ളത്, വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. ഒട്ടേറെ നിയമങ്ങൾ അവിടെ വരാൻ പോകുന്നു. ഒട്ടേറെ പുതിയ പുതിയ ബുദ്ധിമുട്ടുകൾ അവിടെ വരാൻ പോകുന്നു. ഒട്ടും ഇത്തരത്തിലുള്ള ചെറിയ ജോലിക്കാർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ടല്ല ഇപ്പോൾ സൗദി അറേബ്യ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ കടുത്ത നിയമങ്ങളുണ്ട്.
പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നു. അവർക്ക് തന്നെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ജോലിക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ ചെറിയ ശമ്പളത്തിന് പോകുന്ന ആളുകൾ സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഈ 40 രൂപ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 650, 700, 500 രൂപ കിട്ടുന്ന ഒരു രാജ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദിവസം. അപ്പോൾ അവരുടെ അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് തുല്യമായിട്ടുള്ളൊരു പൈസയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നമ്മളെ കുട്ടികളെ കാണാം, നമ്മളുടെ വീട്ടിൽ കിടന്നുറങ്ങാം, നമ്മളുടെ സംസ്കാരവും ഭാഷയും ജീവിതവും ഒക്കെ ആയിട്ടുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ജോലിക്ക് നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് ദയവായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ വിചാരിക്കും അവിടെ പോയാൽ ഈ പൈസ മുഴുവൻ സൂക്ഷിക്കാലോ എന്നൊക്കെയുള്ള ഒരുപാട് ധാരണകൾ നമുക്കുണ്ടാവും. അവിടെ പോയാലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ തെറ്റാണെന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെടും. ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നവരെ എനിക്കറിയാം. അപ്പോൾ പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ജോലിക്ക് അല്ലെങ്കിൽ പോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഈ കൃഷിപ്പണി, വീട് പണി എന്നൊക്കെ അവർ പറഞ്ഞു കൊണ്ടുപോകുന്നത് ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടെ കിട്ടുന്നത്. പ്രവാസലോകം പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ള ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും ഗൾഫ് നാടുകളിലും നിങ്ങൾ വെക്കണം എന്നുള്ളതാണ്. മാറി വരുന്ന ലോക സാഹചര്യം വളരെ അപകടകരമായിട്ടുള്ള ലോക വർത്തമാന കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രവാസികൾ ഏറെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാലമാണ്. ജോസഫിനോട് എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളുടെ പ്രവർത്തകരെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുക, കഴിയുന്നതും വേഗം നാട് പിടിക്കുക. ഇനി വേറെ ജോലിക്കൊന്നും പോകേണ്ടതില്ല. ഇവിടെ വന്നാൽ ജോലി ചെയ്യും. എന്താ ഇവിടെ ആയിരുന്നു ജോലി? ഇവിടെ എന്തായിരുന്നു? ഒരു കുഴപ്പമില്ല, ഇവിടെ വന്നാലും കിട്ടും. അത്യാവശ്യം ജോലിയൊക്കെ അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ കഴിയുന്നതും കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. കേട്ടാ? കഴിഞ്ഞ 24 വർഷങ്ങളായി സൗദിയിലെ റിയാദ്, ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന മണ്ണാർക്കാട് സ്വദേശി അബ്ദുൾ ലത്തീഫ് കഴിഞ്ഞ 5 വർഷങ്ങളായി അപ്രത്യക്ഷനാണ്. കാണാതാകുന്നതിന് ഒരാഴ്ച മുൻപ് ലത്തീഫ് തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നാട്ടിലേക്ക് തിരികെ അയച്ചു. ലത്തീഫിനെ കാണാതായതിനു ശേഷം ഇദ്ദേഹം കൊടുക്കാനുള്ള പണം തിരികെ നൽകിയാൽ മാത്രമേ ലത്തീഫിനെ വിട്ടുതരികയുള്ളൂ എന്ന് പറഞ്ഞ് നിരവധി തവണ ഭീഷണി ഫോൺ കോളുകൾ വീട്ടിലേക്ക് വരികയുണ്ടായി. ലത്തീഫിനെ തിരക്കിയാണ് ഉമ്മയും സഹോദരനും അമ്മാവനും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ലത്തീഫിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ലത്തീഫ് 5 വർഷമായിട്ടാണ് കാണാത്തത് അല്ലേ? ഒരു വിവരമില്ലാത്തത്. 24 വർഷം സൗദിയിലുണ്ടായിരുന്നു, റിയാദിലുണ്ടായിരുന്നു. എന്തായിരുന്നു ജോലി? ആദ്യം സൂപ്പർ മാർക്കറ്റിലായിരുന്നു. പിന്നെ അങ്ങനെ കന്നഡന്റെ പരിപാടിയായിട്ട് കുറച്ചു നേരം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കോൺട്രാക്ട് പണി ചെയ്യുമ്പോഴാണ് ആളെ മിക്സ് ആയത്. കുടുംബം എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ? കുടുംബം 20 വർഷമായിട്ട് കുടുംബം ഉണ്ടായിരുന്നു അവിടെ. കുടുംബം കൊണ്ടുപോയിരുന്നു? ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ? ഇല്ലല്ല. എത്ര മക്കളുണ്ട്? 2 മക്കൾ. വലിയ കുട്ടികളാ? ഒരാളിപ്പോ +2 പഠിക്കുന്നുണ്ട്, ഒരാള് ചെറിയ കുട്ടിയാണ്. 7 വയസ്സായി. ചെറിയ കുട്ടിക്ക് 7 വയസ്സാണ്. അബ്ദുൾ ലത്തീഫ് പഠിച്ച ആളാണ്? പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഭയങ്കര ജനറൽ നോളജാണ്. 6 വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ മുസ്ലിം മൗലിയരായിരുന്നു. മദ്രസയിൽ അറബിക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പുള്ളിക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് വിശദമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കുറെ പ്രാവശ്യമൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറേശ്ശൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. എങ്ങനെയാണ് ഈ കടം വരുന്നത്? ഒന്നുകിൽ അവിടെ ഭാര്യയും കുടുംബമായിട്ട് ഒക്കെ ജീവിക്കുമ്പോൾ വരുന്ന ചെലവാണോ? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വഴിയിലൂടെ പൈസ പോയിരുന്നോ? വേറെ ഇപ്പം വിശദമായിട്ട് എങ്ങനെയാന്നുള്ളത് ഭാര്യക്ക് അറിയാലോ. എന്താ ഭാര്യയെ കൊണ്ടുവരാൻ? ഭാര്യ ഞങ്ങൾ വിളിച്ചതാണ്. കഴിഞ്ഞ മാസം വിളിച്ചപ്പോൾ പറഞ്ഞു അവള് ടിവിന്റെ മുന്നിലൊന്നും വന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞു. അവള് വന്നില്ല. ലത്തീഫിന് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു? അമ്മ അങ്ങനത്തെ വേണ്ടാത്ത സ്വഭാവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെ കടം വന്നു? എന്താന്നപ്പ നമ്മൾ പറയുന്നത് ഒരു അവിടെ ഇല്ല, നമ്മളെങ്ങനെ പറയാ? വിളിച്ചു പറയുന്ന കട നമുക്ക്. അല്ല, ലത്തീഫിന്റെ ഭാര്യക്ക് അറിയാലോ. ഭാര്യക്ക് നമുക്ക് വിളിച്ചാ കിട്ടണ്ടേ? ഞങ്ങളോട് ചോദിച്ചപ്പോ ഒക്കെ പറയില്ല എന്തുകൊണ്ടാണ്, എന്തോ ഒരു ദുരൂഹത ഉണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്. ഇതിലെന്തോ നമുക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതോ ആയിട്ടുള്ള എന്തോ സാധനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്.
അപ്പോൾ അതുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്ക് പറയാം. നിങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറേയും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വയ്ക്കാൻ പറ്റും. ഞങ്ങൾ പറയണേ നിങ്ങൾ നമ്മൾ പോനെ എന്താ വരുത്തി തരും. ഞങ്ങൾ ഒരു ഇതുമില്ല. ഞങ്ങൾ വാപ്പ ഉണ്ടാകുന്നു. വാപ്പ ഈ നോമ്പായിട്ട് വാപ്പ മരിച്ചു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ പിന്നെ അങ്ങനെ അറിയില്ല. ഉമ്മാക്ക് ഉമ്മാൻ്റെ ഈ വക അതിനെ കുറിച്ചൊന്നും അറിയില്ല അല്ലേ? അപ്പോൾ അതൊക്കെയാണ് മകൻ വന്ന നമ്മളെ ഇതൊന്നും. ആരാണ് ഈ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്? അതിപ്പോൾ നമുക്ക് എൻ്റെ തുണക്കാരന്മാരാണെന്ന് പറയും. അതിന് ഭീഷണിപ്പെടുത്തു. അത്ര തന്ന അങ്ങനെ പിടിച്ച് അയ്യ പൈസ തന്ന അങ്ങനെ ആക്കാം അങ്ങനെ. അത് ആരാണെന്ന് നിങ്ങൾക്ക് വല്ല വിവരം? ഞമ്മക്കറിയില്ല. ആരെ വിളിക്കുന്ന ഫോണിൽ വിളിച്ച ആളുകൾ ആരാ? ഇവനാ വിളിച്ചു. ആരാന്ന് നമുക്കറിയില്ല. പേരൊന്നും പറയുന്നില്ല. വാപ്പാക്കും വിളിച്ചിരുന്നു. വാപ്പാക്കും വിളിച്ചു. നമ്പറില്ലേ? നമ്പർ നെറ്റ് നമ്പർ ആയിരുന്നു. ഞാൻ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്ത്രീക്ക് അറിയാവുമല്ലോ. നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ ചെന്ന്, നിങ്ങൾ ഗൾഫിൽ പോയിട്ടില്ലേ? ഞാൻ മലേഷ്യയിലായിരുന്നു. മലേഷ്യ ഗൾഫിലൊക്കെ പോയാലും നമ്മൾ ഈ ആളുകൾ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി താമസിക്കുന്ന കൂട്ടാണ്. എൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, ഞാൻ ആർക്കാണ് കാശ് കൊടുക്കുക, ആരായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും സംസാരത്തിലോ അല്ലെങ്കിൽ വരികയോ കാണുകയോ ഒക്കെ ചെയ്യുമല്ലോ. ഈ ഒരു വിവരം പോലും നിങ്ങളെ ഭാര്യ പിന്നെ ലത്തീഫിൻ്റെ ഭാര്യ നിങ്ങളോട് പറഞ്ഞിട്ടില്ല? ആരാണ് എന്താണ്? ലത്തീഫ് ഗൾഫിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഗൾഫിലുണ്ടെന്നാണ് പറയുന്നത്. എവിടെ? റിയാദിൽ തന്നെ ഉണ്ടോ? റിയാദിലുണ്ടെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. ചിലർ അവിടുന്ന് പോയിക്കണു. ഇന്തോനേഷ്യയിലാണെന്ന് പറയുന്നുണ്ട്. എവിടെയെന്നുള്ളത് ഇപ്പോൾ നമുക്ക് യാതൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ലാസ്റ്റ് 2011 2-ാം തീയതിയാണ് ലാസ്റ്റ് ഫോൺ വന്നത്. ഞാൻ കുട്ടികളെ കയറ്റി വിടുകയാണ്, അവളെ വീട്ടിലേക്കാണ് കയറ്റി വിടുന്നത്. അപ്പോൾ അത്രയും കാരണം പിന്നെ അവൻ്റെ സംസാരം, അവൻ്റെ ഫോൺ വിളിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ഇവനെ കാണാല്ലാതെ അതിൻ്റെ ശേഷമാണ് ഇവൻ്റെ ആളുകൾ നമുക്ക് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഫോണുകളും മറ്റുള്ളതും നമുക്ക് വരൽ തുടങ്ങിയത്. അതാരാണെന്ന് ഇഷ്ടമല്ല, അത് അറിയില്ല. അത് വാപ്പാക്കും വിളിച്ചിരുന്നു. വാപ്പാക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. അപ്പം എന്നോട് എത്ര സഹോദരന്മാരുണ്ട്? ഞാൻ ഒരാളുള്ളൂ, പിന്നെ 2 പെങ്ങന്മാരാണ്. ഓരോ കല്യാണം കഴിച്ചു പോയാ? റിയാദിലെ പ്രവാസ ലോകം പ്രവർത്തകരോട് അബ്ദുൽ ലത്തീഫ് ഒരു മുസ്ലിയാരാണ് അല്ലേ? അല്ലെങ്കിൽ മുസ്ലിയാരായിരുന്നു. സ്വാഭാവികമായിട്ടും അറബിയിൽ പാണ്ഡിത്യം ഉണ്ടാവും, അറബ് സംസാരിക്കാൻ അറിയും. 24 കൊല്ലം റിയാദിലുണ്ടായി. അതും ഭാര്യയുമായിട്ടാണ് കല്യാണം കഴിച്ച കാലം തൊട്ട് ഭാര്യയെ കൊണ്ടുപോയി അവിടെ ജീവിച്ചിരുന്ന ഒരാളാണ്. 5 വർഷത്തിന് മുമ്പ് 2011 ഭാര്യയെ നാട്ടിലേക്ക് കയറ്റി വിട്ട്. അദ്ദേഹത്തിന് കടബാധ്യതകൾ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് കാരണം കടബാധ്യതകൾ വർദ്ധിക്കാൻ എന്നുള്ളതിനെക്കുറിച്ച് ഉമ്മാക്കോ സഹോദരങ്ങൾക്കോ ഒന്നും യാതൊരു വിവരവുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാൻ വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളി നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഭാര്യ വരാതിരുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ദീനിയായുള്ള ഒരാളായതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോ മറ്റു വല്ല കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ലത്തീഫ് കഴിയുന്നതും വേഗം വീട്ടിലേക്ക് വിളിക്കണം എന്നാണ് പറയുന്നത്. ലത്തീഫിനെ കാണുന്ന സുഹൃത്തുക്കൾ, അദ്ദേഹം ഇന്തോനേഷ്യയിലാണെന്ന് പറയുന്നു, അദ്ദേഹം അതല്ല റിയാദിലുണ്ടെന്ന് പറയുന്നു. ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ ചെവിക്കൊള്ളുന്നില്ല. പലപ്പോഴും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. പ്രവാസലോകം പ്രേക്ഷകരും പ്രവർത്തകരും ലത്തീഫിനെ കണ്ടെത്തി വീട്ടിലേക്ക് വിവരം അറിയിക്കണം. ലത്തീഫിനെ നാട്ടിലേക്ക് അയക്കണം. ലത്തീഫിനെ കണ്ടെത്തിയ നാട്ടിലേക്ക് അയക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ലത്തീഫും സ്വയം മാറാൻ തയ്യാറാകണം. എന്തായാലും മനസ്സിനെ മാറ്റിയെടുക്കുക, നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച മതം അതാണ് പറയുന്നത്. നല്ല മനുഷ്യനാവുക, സത്യസന്ധനാവുക എന്നുള്ളതാണ്. അത് ഖുർആനായാലും ഹദീസുകളായാലും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വർത്തമാനം ഞാൻ പറയാൻ തയ്യാറായത്. അപ്പോൾ ലത്തീഫ് കഴിയുന്നതും വേഗം നാട്ടിലേക്ക് വരുന്ന, ഉമ്മയൊക്കെ പ്രായമായിട്ട് ഇവിടെ വരാൻ കാണിച്ച ഒരു മനസ്സ് നിങ്ങളെ തേടിയിട്ടുള്ളത് തന്നെയാണ്. ഉപ്പ മരിച്ചിരിക്കുന്നു, ഉപ്പ മരിച്ചു. അപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഉമ്മ ഒക്കെ അമ്മാവനൊക്കെ വന്നിട്ടുള്ളത്
നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ ഈ കുടുംബത്തെ അയക്കുന്നത് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ഫോൺ കോൾ ഞങ്ങൾക്കോ കുടുംബത്തിനോ ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വരണം എന്ന പ്രത്യാശയോടുകൂടി ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കും. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. സൗദി അറേബ്യയിലേക്ക് വീട്ടുജോലിക്കായി പോകുന്നവരുടെയും കൃഷിപ്പണി, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ എത്തിപ്പെടുന്നവരുടെയും കഥകൾ വർദ്ധിച്ചു വരികയാണ്. ജോസഫ് അക്കൂട്ടത്തിലൊരാളാണ്. താബൂക്കിലെ ഉണ്ണിയും മാസിന്റെ പ്രവർത്തകരും ജോസഫിന്റെ മോചനത്തിനായി പ്രയത്നിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പ്രവാസലോകം ഇന്ന് അവസാനിക്കുന്നത്. UAE എക്സ്ചേഞ്ച് പ്രവാസലോകത്തിന്റെ മറ്റൊരധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.